നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. വടക്കുംനാഥന്റെ തെക്കേ ഗോപുരനടയിൽ തുടർച്ചയായ 18ാം വർഷവും തൃശൂർ സായാഹ്ന സൗഹൃദ കൂട്ടായ്മയുടെ അത്തപ്പൂക്കളം ഒരുങ്ങി. 60 അടി വ്യാസത്തിൽ 1500 കിലോ പൂക്കൾ ഉപയോഗിച്ചാണ് പടുകൂറ്റൻ പൂക്കളം ഒരുക്കിയത്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി സൗഹൃദ കൂട്ടായ്മ ഈ കൂറ്റൻ പൂക്കളം ഒരുക്കുന്നതിന്റെ തയ്യാറെടുപ്പുകളിൽ ആയിരുന്നു. അത്തം ദിനത്തിൽ പുലർച്ചെ 3 മണി മുതൽ പൂക്കളം ഒരുക്കുന്നതിന്റെ ജോലികൾ ആരംഭിച്ചു. കൂട്ടായ്മയിലെ 150ഓളം പ്രവർത്തകർ ചേർന്ന് 6 മണിക്കൂറോളം നേരം നടത്തിയ കഠിനാധ്വാനത്തിനൊടുവിൽ പിറന്നത് അക്ഷരാർത്ഥത്തിൽ പൂക്കളാൽ തീർത്ത വർണ്ണവിസ്മയമാണ്. കോവിഡ് പ്രളയകാലത്ത് 2 തവണ മാത്രമാണ് പൂക്കളം ഒരുക്കാനാകാതെ പോയത്. പണപ്പിരിവ് നടത്താതെ കൂട്ടായ്മയിലെ അംഗങ്ങൾ സ്വന്തം പോക്കറ്റിലെ കാശ് മുടക്കിയാണ് പൂക്കൾ വാങ്ങുന്നത്. ഇത്തവണ അത്തപ്പൂക്കളത്തോടൊപ്പം വിപുലമായ പരിപാടികളാണ് സൗഹൃദ കൂട്ടായ്മ നടത്തുന്നത്. പൂക്കളം കാണാനും ചിത്രങ്ങൾ എടുക്കാനും കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ നിരവധി പേരാണ് തെക്കേ ഗോപുര നടയിലേക്ക് ഒഴുകിയെത്തുന്നത്. തൃശൂർ പുലിക്കളി മഹോത്സവത്തിന് കൊടിയേറി. തൃശൂർ നടുവിലാലിൽ നടന്ന കൊടിയേറ്റ് കോർപ്പറേഷൻ മേയർ MK വർഗീസ് നിർവഹിച്ചു. ഭിന്നശേഷി കലാകാരന്മാരുടെ കൂട്ടായ്മയായ കോലഴി പൂമ്പാറ്റ കലാപീഠത്തിലെ മേളക്കാരുടെ പുലിത്താളത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു കൊടിയേറ്റ്. പുലിക്കളിയുടെ നടത്തിപ്പിനായി കോർപ്പറേഷൻ ഒരുങ്ങിക്കഴിഞ്ഞെന്ന് മേയർ പറഞ്ഞു. ഇത്തവണ ഓരോ ടീമിനും തൃശൂർ കോർപ്പറേഷൻ 3,20,000 രൂപ വീതമാണ് ധനസഹായം നൽകുന്നത്. ഇതിന്റെ അഡ്വാൻസ് തുക കഴിഞ്ഞ ദിവസം ഓരോ ടീമിനും നൽകി കഴിഞ്ഞതായും മേയർ അറിയിച്ചു. തൃശൂരിന് ഇനി വരാൻ പോകുന്നത് ഉത്സവ നാളുകളാണെന്നും മേയർ കൂട്ടിച്ചേർത്തു. 5 ടീം വരുമ്പോൾ 9 ടീമായി സഹകരണം വളരെയധികമുണ്ട്. ഇനിയും മുന്നോട്ട് പോകണം. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് തൃശൂർ പട്ടണം പുലിക്കളിയെ ഏറ്റുവാങ്ങാൻ തയ്യാറായി കഴിഞ്ഞു. സ്വരാജ് റൗണ്ട് ഉറങ്ങിക്കിടന്നിരുന്ന സ്വരാജ് റൗണ്ട് ഉണർന്നു. ഇനി മുതൽ സെപ്റ്റംബർ 8-ാം തീയതി കാത്തു നിൽക്കുന്നു. ഈ കൊടിക്കൂറ ഉയർന്നു കഴിഞ്ഞാൽ നമ്മൾ പുലിക്കളിയായി എല്ലാം തയ്യാറായി. എല്ലാ ജനങ്ങളും ലോക മലയാളികൾ കാത്തിരിക്കുന്നു സെപ്റ്റംബർ 8. 4 നാളായ സെപ്റ്റംബർ 8-നാണ് ഇത്തവണ പുലിക്കളി. 9 ടീമുകൾ സ്വരാജ് റൗണ്ടിൽ മാറ്റുരയ്ക്കാനെത്തും. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് 2025-2026 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൽകുന്ന മുട്ടക്കോഴിയുടെ വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷൈനി ജോജോ അധ്യക്ഷയായിരുന്നു. പഞ്ചായത്ത് അംഗങ്ങളായ ഷാജു കാളിയങ്കര, സെബി കൊടിയൻ, ഫിലോമിന ഫ്രാൻസിസ്, ഡോക്ടർ ഫ്ലെമി എന്നിവർ പ്രസംഗിച്ചു. നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് 2025-2026 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംഘടിപ്പിച്ച് നിറച്ചാർത്ത 2025 മേള മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. അങ്കണവാടി, ഭിന്നശേഷി, വയോജന, വനിതാ ബാലസൗഹൃദ കലോത്സവം, രോഗി ബന്ധു സംഗമം, തൊഴിലുറപ്പ് സംഗമം, വിദ്യാഭ്യാസ അവാർഡ്, ബേബി ഷോ, സാംസ്കാരിക കൂട്ടായ്മ എന്നിവയാണ് നിറച്ചാർത്ത 2025 പരിപാടിയുടെ ഭാഗമായി നടക്കുന്നത്. സെപ്റ്റംബർ 1 വരെ മേള നടക്കും. KK രാമചന്ദ്രൻ MLA അധ്യക്ഷനായ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ സരിത രാജേഷ്, അഡ്വക്കേറ്റ് ജോസഫ് ടാച്ചറ്റ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജലക്ഷ്മി റെനീഷ്, തലോർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് AG ഷൈജു, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ K സിദ്ദീഖ്, ജില്ലാ ശിശുവികസന ഓഫീസർ P മീര, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി K അജിത, പിന്നണി ഗായകൻ അമൽ ആന്റണി എന്നിവർ സന്നിഹിതരായി. അളഗപ്പ നഗർ പഞ്ചായത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കുന്നതിനും ഓഗസ്റ്റ് 30-31 തീയതികളിൽ പഞ്ചായത്തിലെ മുഴുവൻ കിണറുകളും വാട്ടർ ടാങ്കുകളും ക്ലോറിനേഷൻ ചെയ്യുന്നതിനു വേണ്ടിയുള്ള ആസൂത്രണ യോഗം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ, വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷ പ്രിൻസി ഡേവിസ്, ആരോഗ്യ വിദ്യാഭ്യാസകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ ജിജോ ജോൺ, അംഗങ്ങളായ TL പ്രിൻസൺ, സനൽ മഞ്ഞളി, ശൈലജ, PS പ്രീജു, ജിഷ്മ, അശ്വതി പ്രവീൺ, PK ശേഖരൻ, സജന ഷിബു, PS ദിനിൽ, ഹെൽത്ത് ഇൻസ്പെക്ടർ ഹരീഷ്, നസ്രിയ, ഹരിത കേരളം റിസോഴ്സ് പേഴ്സൺ സെറിൻ എന്നിവർ സന്നിഹിതരായി.
കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 9,335 രൂപയും പവന് 74,840 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.